സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോ ഉണ്ടാക്കാൻ പ്രത്യേകമായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ദാരിദ്ര്യം എന്ന് പറയുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ആ വീഡിയോക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും ഒരു കമൻ്റ് അതിൽ ഞാൻ കണ്ടു. നിങ്ങൾ പ്രവാസിയാണോ എന്ന്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആരോ ആണോ അതോ പ്രവാസത്തിൽ തുടരുന്ന ആരോ ആണോ ആ വീഡിയോ കണ്ടത് എന്ന് മനസ്സിലായില്ല. എങ്കിലും എൻ്റെ സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നോ അല്ലെങ്കിൽ ആണോ എന്ന ധ്വനി അദ്ദേഹത്തിന് കിട്ടിയിരിക്കാം. അതായിരിക്കും അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചത്. എന്തുതന്നെയായാലും പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പ്രവാസിയായിരുന്നു 2022 സെപ്റ്റംബർ വരെ. അതിനുശേഷം ചില പ്രയാസങ്ങൾ കാരണം നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാക്കിയ എല്ലാം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തീരും എന്നുള്ളത് ഞാനും അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. വരുമ്പോൾ ഒരു തുക ഏതൊരു കമ്പനിയും നമുക്ക് തരും, ഒരു സെറ്റിൽമെൻ്റ് എന്ന നിലയ്ക്ക്. അതിനു പുറമേ നമ്മൾ ഒരു സ്വരുക്കൂട്ടിയതൊക്കെയും കൊണ്ടായിരിക്കും നാം ഏവരും വരിക. അത് വന്ന് അല്പ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അല്പം മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരു ജോലി തേടി ഒരു വരുമാനം തേടിയില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കൽപ്പെടും. അങ്ങനെ സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ഘട്ടമാണ് ഉണ്ടാവുക. വന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയി എങ്കിലും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ പിടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഉണ്ടായിരുന്നതെല്ലാം തീർന്നുപോയി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ മനസ്സിൽ മാത്രമല്ല നമ്മുടെ പ്ലാനിങ്ങിലെല്ലാം ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പോലെ നിങ്ങളും വളരെ പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്കാരും 5 പൈസ സഹായം തരില്ല എന്നുള്ളത് 100% നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. കാരണം അവൻ ഗൾഫിലായിരുന്നല്ലോ. ഗൾഫിൽ നിന്ന ആളുകൾക്ക് പെൻഷനൊന്നും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്താണോ അവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നൊരു വിഹിതം നമ്മുടെ ഇത്തരത്തിലുള്ള അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നീക്കിവെച്ചില്ല എങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള തിക്തഫലങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ല പ്ലാനിങ്ങോടുകൂടി ഒരു നല്ല വരുമാന മാർഗം ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ പോരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാവേണ്ടി വരില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അസുഖങ്ങളും മറ്റാവശ്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പഴയതുപോലെ സഹായിക്കാനോ അല്ലെങ്കിൽ പഴയതുപോലെ പൈസ ചെലവാക്കാനോ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ പല കോണുകളിൽ നിന്നും അമർഷങ്ങളും വെറുപ്പുകളും ശകാരത്തിൻ്റെ വാക്കുകളും ഒക്കെ കേൾക്കാം. ഒരുപക്ഷെ നമ്മുടെ അഭാവത്തിൽ പറയുന്നത് നമുക്ക് മറ്റുള്ളവരിലൂടെ കേൾക്കാനും സാധിക്കും. അതുവരെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നവരെല്ലാം
ചില കുത്തുവാക്കുകൾ അവിടെ ഇവിടെയായിട്ട് പറയുന്നതായിട്ട് കാണാം. അത് നിങ്ങൾ ചിലപ്പോൾ ഡയറക്റ്റ് കേൾക്കില്ല, ഇൻഡയറക്റ്റായി മറ്റുള്ളവർ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തിക്തഫലങ്ങളെയൊക്കെ നേരിടാൻ നിങ്ങൾ മനസ്സാ തയ്യാറായിക്കൊണ്ട് മാത്രമേ വരാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വരുമാന മാർഗം കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകം സോഴ്സ് കട്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകം സോഴ്സ് വളരെ നല്ല ഇൻകം സോഴ്സ് ആയിരിക്കും. അതിൽ നിന്ന് ആവുന്നത്ര നിങ്ങൾ ഭാവിയിലേക്ക് കരുതി വെക്കുക. നമ്മുടെ തുടർന്നുള്ള ജീവിതം എത്ര വർഷമുണ്ടാകും, എത്ര മാസങ്ങളുണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ഒരു സ്വത്ത്, ഒരു കരുതൽ ധനം നിങ്ങളെല്ലാവരും കരുതി വെക്കുക. ഇത് എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ